ഹായ്, നമ്മൾ ഇന്ന് ജനുവരി 2017 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇലക്ട്രിക് ലാമ്പ് ഈസ് ഹങ് വെർട്ടിക്കലി ഫ്രം ദ സെന്റർ ഓഫ് എ ഫ്ലാറ്റ് റൂഫ് ഓഫ് എ റൂം. ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അറ്റ് എ ഹൈറ്റ് ഓഫ് 4 meter above the floor. ഫൈൻഡ് ഗ്രാഫിക്കലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലാമ്പ് ആൻഡ് എനി വൺ ഓഫ് ദ ഫ്ലോർ കോർണർ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഡയമെൻഷൻസ് എന്ന് പറയുന്നത് റൂമാണ്. റൂമിന്റെ ഹൈറ്റ് ആണ് തന്നേക്കണേ. റൂമിന്റെ ഹൈറ്റ് 6 meter ആണ്. 6 meter ഹൈറ്റും 5 meter ആണ് അതിന്റെ ബ്രെഡ്ത്തും വിഡ്ത്തും വരുന്നത്. സോ ടോപ്പ് വ്യൂവിൽ നമുക്കൊരു 5 meter സ്ക്വയർ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂവില് നമുക്ക് ഒരു ഇതാണ് ടോപ്പ് വ്യൂ, ഇതാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂവില് ഇതിന്റെ ഹൈറ്റ് വരുന്നത് 6 meter ആണെങ്കിൽ ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂവിൽ ഇവിടെ 5 meter ഇതിന്റെ ബ്രെഡ്ത്തും 5 meter തന്നെയാണ് വരുന്നത്, അല്ലേ? സോ നമുക്ക് ഇതിന്റെ ഈ ലാമ്പ് ഇരിക്കുന്നത് ഫ്ലോറിൽ നിന്ന് 4 meter മേലെ വന്നിട്ടാ. ദാറ്റ് മീൻസ് ഒരു 2 meter ഉയരത്തിലാണ് ഈ ലാമ്പ് ഹാങ് ചെയ്ത് കിടക്കുന്നത്, അല്ലേ? ഇതാണ് ലാമ്പ് അല്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ. An electric lamp is hung vertically from the center of the flat room at a height of 4 meter above the floor എന്ന് പറഞ്ഞേക്കണേ. സോ നമ്മൾ 4 meter ഹൈറ്റിൽ, അതായത് ഇവിടെ നിന്ന് 2 meter ഹൈറ്റിൽ നമ്മൾ ഈ ലാമ്പ് ഇട്ടു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഈ ലാമ്പിന്റെ സെന്ററിലാണ് ഈ ബൾബ് എടുക്കുന്നത്. ടോപ്പ് വ്യൂവിൽ നമുക്ക് ഇവിടെയാണ് ലാമ്പ് വരുന്നത്. ഈ പോയിന്റിൽ നിന്നും കോർണറിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ കോർണറിലേക്കുള്ള ഡിസ്റ്റൻസും നമുക്കറിയാം, ഓൾറെഡി ഗിവൺ ആണ്. ഇതിന് നമുക്ക് എലിവേഷൻ എന്ന് കൊടുക്കാം, അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് എലിവേഷൻ എന്ന് പറയാം, EL എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് പ്ലാൻ എന്ന് കൊടുക്കാം, പ്ലാൻ ലെങ്ത് ആയിട്ട് കൊടുക്കാം. സോ നമുക്ക് ഇതാണ് A' എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ടോപ്പ് വ്യൂവിൽ A വരുന്നത്. ഇതാണ് നമുക്ക് B' എന്നുണ്ടെങ്കിൽ ഇതാണ് B' എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് B വരുന്നത്. ഈ പോയിന്റ് ആണ് B ആയിട്ട് വരുന്നത്, ഈ പോയിന്റ്. സോ നമുക്ക് ഇനി ഇതിന്റെ ട്രൂ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ബിറ്റ്വീൻ ലാമ്പ് ആൻഡ് എനി വൺ ഓഫ് ദ ഫ്ലോർ കോർണർ. അത് ട്രൂ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ പ്ലാൻ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇത് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ ലോക്കസ് വരുന്നത് ഇതാണ്, അല്ലേ? ഈ ഫ്ലോറാണ് ഇവിടെ ലോക്കസ് വരുന്നത്. അപ്പോൾ H നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ VV എന്ന് കൊടുക്കാം ഈ ലോക്കസിന്. ഇതിന്റെ വിയുടെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇത് റൊട്ടേറ്റ് ചെയ്യണു. ഈ പ്ലാൻ റേഡിയസ് ആക്കിയിട്ട്, ഈ ലെങ്ത് റേഡിയസ് ആക്കിയിട്ട് ഞാൻ കളർ മാറ്റി ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഈ പ്ലാൻ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. ഇതാണ് A' to B1'. ഇതാണ് റിക്വയർഡ് ട്രൂ ലെങ്ത്. അപ്പോൾ ട്രൂ ലെങ്ത് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ലെങ്ത് കിട്ടും. അതാണ് ഈ ലാമ്പിന്റെ സെന്ററിൽ നിന്ന് റൂമിന്റെ കോർണറിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിന്റെ ആക്ച്വൽ പിക്ചറിലേക്ക് പോവാം. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ എക്സ്പ്ലനേഷൻ. നമ്മൾ ആദ്യം ഒരു 5 meter സ്ക്വയർ വരച്ചു ടോപ്പ് വ്യൂല്. അതുപോലെ തന്നെ 6 meter ഹൈറ്റുള്ള 5 meter വിഡ്ത്തുള്ള ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ പ്ലോട്ട് ചെയ്തു. നമുക്കറിയാം 4 meter above ആണ് പറഞ്ഞേക്കണേ. 4 meter above എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് 2 meter താഴെ വന്നിട്ട് ഇലക്ട്രിക് ലാമ്പ് നമ്മൾ പ്ലേസ് ചെയ്തു. അതിന്റെ കോർണറിലേക്കുള്ള എലിവേഷൻ ആണിത്. EL നമ്മൾ മാർക്ക് ചെയ്തു. നേരത്തെ EL നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഇതാണ് അതിന്റെ പ്ലാൻ നമ്മൾ A to B നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യായിരുന്നു. അത് ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത പ്ലാൻ ആണ്. സോ പ്ലാൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് താഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ നമ്മൾ H എന്ന് പറയുന്ന ഇതാണ് ലോക്കസ് വരുന്നത്. ആ ലോക്കസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. സോ A' to B1' ജോയിൻ ചെയ്തു. നമുക്ക് റിക്വയർഡ് ട്രൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ 5.3 meter ആണ്, അതായത് 53 millimeter ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതിന് ഇൻ മീറ്റേഴ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ 5.3 meter ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ? സ്കെയിൽ അപ്പോൾ നോട്ട് ചെയ്യണം. മീറ്ററിനെ നമ്മൾ മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സ്കെയിലും കൂടി നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.